അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ജാറങ്ങളിൽ വിവരം കെട്ട കമ്മറ്റിക്കാര് നടത്തുന്ന തോന്നിവാസങ്ങളില്ലേ, അവിടെ ഹറാമായ വാദ്യമേളങ്ങൾ മുട്ടുന്നു. ഹറാമായ വാദ്യമേളങ്ങൾ മുട്ടിയിട്ട് പട്ടാമ്പിക്കാരേ, കൊണ്ടോട്ടിക്കാരേ, മണത്തലക്കാരേ, കാഞ്ഞിരമുറ്റത്തുകാരേ, ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും പറഞ്ഞതുപോലെ ഇവിടെയും ഞാൻ നിങ്ങളോട് പറയട്ടെ, അല്ലാഹുവിന്റെ ഔലിയാക്കളെ മഖ്ബറ അദബ് കാണിക്കേണ്ട സ്ഥലമാണ്. അവിടെ അനാവശ്യമായ ഹറാമായ വാദ്യമേളങ്ങൾ മുട്ടാനുള്ള സ്ഥലമല്ല. അവിടെ അതാ 75-ാമത്തെ ആണ്ടിന് 75 ആനയെ കൊണ്ടുവന്ന് ഉള്ള പണം ചെലവഴിച്ചിട്ട് അവിടെ മുഴുവനും ആനപ്പിണ്ടി ഉണ്ടാക്കുന്നതിന് പകരം ആ സംഖ്യ ഒന്ന് പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹത്തിന് കൊടുത്തുകൂടെ? എന്തിനാണ് ഈ 75 ആന? അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ഉറുപ്പികയുടെ സാധനങ്ങൾ പൊട്ടിച്ചിട്ട് അതേ തെറ്റായ രൂപത്തിൽ മഖ്ബറകളിൽ നിന്ന് ലക്ഷങ്ങൾ തീയാക്കി പൊട്ടിച്ച് നശിപ്പിക്കുന്നതിനെതിരെ ഈ പാവപ്പെട്ടവൻ പല സ്ഥലത്തും പറഞ്ഞതാണ്, ഇവിടെയും പറയുന്നു. എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരെ, അതുപോലെ അന്യ സ്ത്രീയും പുരുഷന്മാരുമുള്ള നൃത്തങ്ങളും നാടകങ്ങളും അതുപോലെ ഗാനമേളകളും എത്രയെത്ര സ്ഥലങ്ങളിലാണ് നടക്കുന്നത്. എന്റെ അടുക്കൽ ഏത് ഉറൂസുകാരൻ വന്നാലും ഏത് നേർച്ച കമ്മിറ്റിക്കാരൻ വന്നാലും അവിടെ അനാവശ്യമുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചിട്ട് ഇല്ലെന്ന് ഉറപ്പായാലല്ലാതെ ഞാൻ മനഃപൂർവ്വം ഒരു ഉറൂസിനും പോകാറില്ല. അതേ സമയത്ത് അല്ലാഹുവിന്റെ ഔലിയാക്കളെ മഖ്ബറയിൽ വഅദ് പറയൽ വേണം. സഹീഹുൽ ബുഖാരിയിൽ തന്നെ ബാബു മൗഇദത്തിൽ മുഹദ്ദിസ് ഇൻദൽ ഖബ്രി വഖുഊദി അസ്ഹാബിഹി ഹൗലഹു, മഹാന്മാരുടെ മുഅ്മിനീങ്ങളെ മഖ്ബറയിൽ വഅദ് പറയുന്നതിന്റെ അധ്യായം ബുഖാരിയിലുണ്ട്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഉള്ളാളത്തെ ഉറൂസിലും അതുപോലെ അവേലത്ത് തങ്ങളെ ഉറൂസിനും ഒക്കെ വഅദ് പറയാറുണ്ട്. പരിശുദ്ധ ഖുർആൻ മഖ്ബറകളിൽ ഓതുന്നത് സുന്നത്താണെന്ന് ഇമാം ശാഫിഈ പറഞ്ഞിട്ടുണ്ട്. അതിന് തെളിവുണ്ട്. അതുകൊണ്ട് മഖ്ബറയിൽ ഖുർആൻ ഓതുന്ന ഉറൂസിനും ആണ്ട് നേർച്ചക്കും നമ്മൾ അനുകൂലമാണ്. അതുപോലെ മഖ്ബറയിൽ കിടക്കുന്നവരുടെ പേരിൽ അന്നദാനം ചെയ്യുന്നത് അത് ഇസ്ലാമിൽ വളരെ പുണ്യമുള്ള സുന്നത്താണ്. അന്നദാനം അതിന് നമ്മൾ അനുകൂലമാണ്. സലാത്തിനും ദിക്റിനും അനുകൂലമാണ്. ആണും പെണ്ണും ഇടകലർന്നുള്ള ഗാനമേളകളും അല്ലാത്ത സംഗതികളും തെറ്റായ കാര്യങ്ങളെ മുഴുവനും എവിടെയും ശക്തിയുക്തം എതിർത്തിട്ടുണ്ട്. ഇവിടെയും എതിർക്കുന്നു. മരിക്കുന്നത് വരെ എതിർക്കുകയും ചെയ്യും. അവിടെ ആളുകളെ നോക്കാറില്ല, കമ്മിറ്റിക്കാരെ നോക്കാറില്ല.